ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 4-ാം തീയതി 339-ാമത്തെ ദിവസത്തിലെത്തി. ഇനി 28 ദിവസങ്ങൾ കൂടിയാണ് ഈ ഒരു ആണ്ട് അവസാനിക്കുവാനായിട്ട്. ദൈവലോകവുമായി മറിയത്തെ ചേർത്ത് നിർത്താനായിട്ട്, ആ ബന്ധത്തെ കുറെ കൂടി നിലനിർത്തുവാനും ബലപ്പെടുത്തുവാനുമായിട്ട് ഒരു ഗബ്രിയേലിന്റെ ഇടപെടലുണ്ടാവുന്നു. ഓരോ മനുഷ്യനും ഇത്തരമൊരു ബലപ്പെടുത്തല് ആവശ്യമാണ്. അത്തരമൊരു ലിങ്ക് സ്വന്തം ജീവിതത്തിൽ ഉറപ്പുവരുത്താനായിട്ട് ഒരു പരിശ്രമം ആവശ്യമാണ്. മറ്റൊരു ലോകവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ഘടകം ഒരുപക്ഷെ ഇതുവരെയും നമ്മൾ രൂപപ്പെടുത്തിയിട്ടില്ലായിരിക്കാം. വളരെ എളുപ്പത്തിൽ മറ്റൊരു ലോകവുമായി നമ്മളെ ഒന്ന് കണക്ട് ചെയ്യുന്നൊരു ഘടകമുണ്ട്. നമുക്കൊരിക്കലും ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സബ്ജക്റ്റാണ് മരണം. മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടുമെന്ന ചിന്ത ഉള്ളിൽ കൊണ്ടു നടന്നാൽ തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി വെടിപ്പാകത്തില്ലേ? ഒരു അടുക്കും ചിട്ടയുമൊക്കെ വരുന്നേ. മരിച്ചവരെ കുറച്ച് പ്രിയമോടെ ഒന്ന് ഓർക്കാമോ? തീർച്ചയായും അപ്പോൾ ഒന്ന് സംഭവിക്കും. വൈകാരികമായി നമ്മുടെ മനസ്സിനും വിചാരങ്ങൾക്കുമൊക്കെ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. ദൈവലോകവുമായി അദൃശ്യമായ ഏതോ ചരടുകൊണ്ട് പുതിയൊരു അടുപ്പവും ബന്ധവും അത്ഭുതകരമായി രൂപപ്പെടുത്തും. മറിയത്തെയും എലിസബത്തിനെയും വിട്ട് ഞാൻ മരണത്തിലേക്ക് എടുത്തിയാടി എങ്ങോട്ടോ രക്ഷപ്പെടുകയാണെന്ന് വിചാരിക്കരുത്. മറ്റൊരു ലോകവുമായി, കുറച്ചുകൂടി വ്യക്തമായും കൃത്യമായും പറഞ്ഞാൽ ഒരു ദൈവലോകവുമായി, കുറച്ചുകൂടി കാര്യത്തിൻ്റെ മർമ്മത്തിലേക്ക് ഇറങ്ങി വന്നാൽ ഒരു യേശു ലോകവുമായി നമുക്കൊരു ഗാഢമായ ബന്ധം, ക്ലോസ് റിലേഷൻ രൂപപ്പെടുത്തിയെടുത്തേ മതിയാവും. മറിയത്തിന് ഗബ്രിയേൽ എന്നതുപോലെ. മറിയത്തിന് ശരിക്കും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും മറിയം തരുന്ന മാതൃകയിൽ നിന്ന് എത്തിച്ചേരാവുന്ന, സ്വീകരിക്കാവുന്ന ഒരു ഇടം കൂടിയാണിത്. മരണവിചാരത്തെക്കാളും ശക്തമായി മറ്റെന്തെങ്കിലും ഉണ്ടോ ഈ ഭൂമി മണ്ണിലെ ജീവിതത്തിൽ? എല്ലാവർക്കും, ആർക്കും തന്നെ മറ്റൊന്നും ഉണ്ടാവില്ല. നമ്മൾ അതിലേക്ക് ബോധപൂർവം ഇതുവരെയും എത്തിയിട്ടില്ല എന്നതേ ഉള്ളൂ. മരിച്ചു കിടക്കുന്നയാൾക്ക് മറ്റാരേക്കാളും അധികമായി നിശബ്ദതയെക്കുറിച്ച് പറയാനായിട്ട് ശക്തിയുണ്ടെന്ന്, വ്യക്തതയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? മാത്രമല്ല, മരിച്ചു കിടക്കുന്നയാൾക്ക് കുറച്ചുകൂടി വ്യക്തമായി ദൈവത്തെക്കുറിച്ചും പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അങ്ങനെ മരിച്ചു കിടക്കുന്നയാളെ ആദരിച്ചേ മതിയാവൂ എന്നൊരു അവസ്ഥ കൂടി പതിയെ കടന്നു വരികയാണ്. അതൊരു മറ്റൊരു ലോകവുമായി എന്നെ ബന്ധിപ്പിക്കുന്ന ഘടകമാണ്. അയാൾക്ക് നിശബ്ദതയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും കുറച്ചുകൂടി ഇപ്പോൾ വ്യക്തത കിട്ടിയിട്ടുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ ഒരു നിശബ്ദതയുടെ അനുഭവമൊക്കെ ഒന്ന് രൂപപ്പെടുത്തിയെടുത്തേ മതിയാവൂ ഈ നോമ്പിൻ്റെ നാളുകളിൽ. മറിയത്തോടുള്ള ആ നല്ല മധ്യസ്ഥതയിൽ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഈ തീർത്ഥാടനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാം. ആമേൻ.